സുധാ ഗൗരിലക്ഷ്മി ശങ്കുണ്ണി ഇക്കോ ടൂറിസത്തിന്റെ പ്രോഗ്രാം ഓഫീസറാണ്. ഈ ശങ്കുണ്ണി എന്ന് നമ്മൾ പറയുന്നത് അത് സായിപ്പിന്റെ ലാംഗ്വേജിനാണ് പറയുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ചെന്തുരുണി എന്ന് പറയുന്ന ഒരു മരത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു സാങ്ച്വറിയാണ്, വന്യജീവി സങ്കേതമാണ്. കൊല്ലം ജില്ലയിലെ ഏക വന്യജീവി സങ്കേതമാണ്. ലോകത്ത് ഇവിടെ മാത്രമേ ചെന്തുരുണി എന്ന മരമുള്ളൂ. പക്ഷെ നിങ്ങൾ പുറത്തിറങ്ങിയിട്ട് ചെന്തുരുണി എന്ന മരമുണ്ടോ എന്ന് ചോദിച്ചാൽ ആൾക്കാർ പറയും ചെങ്കുറിഞ്ഞിയാണോ എന്ന് ചോദിക്കും. കാരണം തമിഴ് വംശജരാണ് ഇവിടെ എല്ലാം. ചെന്തുരുണിക്ക് ഇവർ ചെന്തുരുണി എന്നാണ് പറയുന്നത്, ചെന്താമരൈ അങ്ങനെയല്ല പറയാ. അപ്പോൾ അങ്ങനെ പറഞ്ഞ് ചെന്തുരുണി ആയിപ്പോയി. പക്ഷെ സാഹിബ് വന്നിട്ട് ഇത് ഷന്തുർണി എന്ന് അദ്ദേഹത്തിന്റെ പ്രൊനൗൺസിയേഷൻ എഴുതി ഡിക്ലറേഷനൊക്കെ അങ്ങനെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആ തടി എന്ന് പറയുന്ന ലോകത്ത് ഇവിടെ മാത്രമേ ഉള്ളൂ മരം. ഗ്ലൂട്ടാ ട്രാവൻകൂറിക്ക എന്ന മരമാണ്. ചാലിന്റെ വർഗത്തിൽപ്പെട്ട മരമാണ്. അത് ഇലയും കായും പൂവും ഒക്കെ ചൊറിയുമെങ്കിലും തടി നല്ല സൂപ്പറാണ്. ഈട്ടിയേക്കാൾ മനോഹരമായ തടിയാണ്. ഇവിടെ വന്നപ്പോൾ എന്നോട് ആൾക്കാർ പറഞ്ഞു തന്നു, ഇവിടെ പുരാതന ശിലായുഗത്തിലെ ഗുഹകളുണ്ട്. സിന്ധു നദീതട സംസ്കാരത്തെക്കാൾ പുരാതനമായ അല്ലെങ്കിൽ മനോഹരമായ ചെന്തുരുണി നദീതട ശിലായുഗ സംസ്കാരത്തിന്റെ തൊട്ടിലാണിത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ദിവസം ഞാനും 2 ഗൈഡ്സും ഫോറസ്റ്റ് ആൾക്കാർ എല്ലാവരും കൂടെ ഈ തെന്മല ജംഗ്ഷനിലേക്ക് ചെന്നു. ജംഗ്ഷനിൽ ചെന്ന ശേഷം നിങ്ങൾക്കറിയാം അവിടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ തടി ഡിപ്പോയുണ്ട്. വലിയ വിശാലമായ മൈതാനം പോലെ കിടക്കുകയാണ്. അപ്പൊ നമ്മൾ അവിടെ ചെന്ന ശേഷം ഈ തടി ഡിപ്പോ ക്രോസ് ചെയ്ത് അങ്ങേ മലയാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഇത് പശ്ചിമഘട്ട മലനിരകളുടെ എക്സ്റ്റൻഷനാണ്. അപ്പോൾ ആ മലയുടെ താഴ്വാരങ്ങളിലൂടെ കയറി പോവുക, പുരാതന ശിലായുഗ മനുഷ്യൻ താമസിച്ചിരുന്ന ഗുഹകൾ കണ്ടെത്തുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. ഞങ്ങൾ അങ്ങനെ പോയപ്പോഴത്തേക്ക് നല്ല രസമാണ്. ആ മൈതാനം ഇങ്ങനെ ക്രോസ് ചെയ്ത് അങ്ങേ അറ്റം ചേർന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ എല്ലാം ചതുപ്പാണ്. നമുക്ക് കാല് വെച്ചാൽ താഴെ പോകും. അപ്പൊ നമ്മളോട് ഗൈഡ്സ് കൃത്യമായി കാല് ഇവിടെ വെക്കണം, ഈ കരിങ്കലിന്റെ മുകളിൽ വെക്കും, അങ്ങനെ പറഞ്ഞാൽ മാത്രമേ നമുക്ക് മുകളിലോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് നല്ല രസമാണ്. ഒരുപാട് ഞങ്ങളൊരു 8:30 മണി കഴിഞ്ഞ സമയത്താണ് അതിനെ പോകുന്നത്. അപ്പം ഒരുപാട് ഹോസ്റ്റ് പ്ലാന്റ്സ്, ബട്ടർഫ്ലൈസിന്റെ ഹോസ്റ്റ് പ്ലാന്റ്സ്, അതിഥി സസ്യങ്ങൾ ഇത് വന്നിട്ട് ഇതിങ്ങനെ ആ സൂര്യപ്രകാശമൊക്കെ ഏറ്റപ്പോഴത്തേക്ക് ആ ഹോസ്റ്റ് പ്ലാന്റ്സിൽ 100 കണക്കിന് ചിത്രശലഭങ്ങൾ പൊതിഞ്ഞിരിക്കുന്നത് ഇങ്ങനെ ആ സൂര്യകിരണങ്ങൾ ഏറ്റിങ്ങനെ പറന്ന് പോവുക. ഈ ഒരു നിരന്ന് നിൽക്കുന്ന പോലെയാണ് ബട്ടർഫ്ലൈസ് ഇങ്ങനെ നിരനിരയായിട്ട് പറന്നു പോകുന്നതും അഗ്രിഗേറ്റ് ചെയ്ത് അതിനകത്ത് ഇരിക്കുന്നതും ഒക്കെ കാണാൻ നല്ല രസമാണ്. അപ്പൊ അതൊക്കെ ബട്ടർഫ്ലൈസിന്റെ ഹോസ്റ്റ് പ്ലാന്റ് ആയതുകൊണ്ട് അത്തരത്തിലുള്ള സസ്യങ്ങളും അപൂർവ സസ്യങ്ങളും ഒക്കെയുള്ള സ്ഥലമാണ്. എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ പതുക്കെ കുറച്ച് പാറക്കൂട്ടങ്ങളുണ്ട്. ചെറിയ പാറക്കൂട്ടങ്ങൾ, വലിയ പാറക്കൂട്ടങ്ങൾ, ഉത്തുംഗമായ മഹാശൃംഗങ്ങൾ പോലെയുള്ള വലിയ പാറക്കൂട്ടങ്ങൾ എല്ലാം നമ്മളിങ്ങനെ കാണുകയാണ്. ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ ചെറിയ പാറകളുടെ ഇടയ്ക്ക് ഇങ്ങനെ വാതിൽ പോലെയുള്ള സ്ട്രക്ചേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ അതിനകത്തേക്ക് നോക്കുമ്പോഴത്തേക്ക് അതിന്റെ എൻട്രൻസിൽ ഇത് ശിലായുഗത്തിലെ മനുഷ്യൻ താമസിച്ചിരുന്ന ഗുഹകൾ തന്നെയാണോ, പാറ തനിയെ രൂപം കൊണ്ട് ഒരു ഗുഹ പോലായിട്ട് പുരാതന ശിലായുഗ മനുഷ്യൻ, അവന് ആയുധങ്ങളൊന്നുമില്ല, അവൻ അതിനകത്ത് താമസിച്ചിരുന്ന തിരുശേഷിപ്പുകളൊക്കെ സയന്റിസ്റ്റുകൾ, എസ്പെഷ്യലി ഡോക്ടർ രാജേന്ദ്രൻ കേരള യൂണിവേഴ്സിറ്റിയുടെ അദ്ദേഹം ഇന്റർനാഷണൽ സയന്റിസ്റ്റാണ്, അദ്ദേഹം ഒക്കെ പറക്കി തിരുവനന്തപുരം മ്യൂസിയത്തിലൊക്കെ കുറെ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പം ഞാൻ കണ്ടത് ശരിക്കും ആ എൻട്രൻസിൽ ആ യുഗത്തിലെ ആ മനുഷ്യൻ എഴുതി വച്ചിരുന്ന വരകളും കുറികളും ഒക്കെയാണ്. അതിനെ അക്ഷരങ്ങൾ എന്ന് പറയാൻ പറ്റത്തില്ല. കാര്യം അക്ഷരങ്ങൾ എഴുതി തുടങ്ങുന്നതിന് മുൻപേയാണ് അവനവിടെ താമസിച്ചിരിക്കുന്ന അപ്പം അവന്റെ അടയാളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ എൻട്രൻസിൽ സ്ലാൻഡിങ് ആയിട്ടുള്ള ലൈൻസ് ഉണ്ട്, എന്നിട്ട് ക്രോസ് ലൈൻസ് ഉണ്ട്, പിന്നെ രാ പോലെ ഒരു ചുറ്റ് ഞാൻ കണ്ടു. ഈ രാ എന്ന അക്ഷരമല്ല, കാരണം അക്ഷരങ്ങളും വരുന്നതിന് മുമ്പേ അവന്റെ സിംബൽസും പ്രതീകങ്ങൾസും ഒക്കെ വച്ചിരുന്നത്. അപ്പൊ ഓസ്ട്രേലിയയിൽ നിന്നൊക്കെ സയന്റിസ്റ്റുകൾ വന്നിട്ട് പറഞ്ഞത് ഇത് ലോകത്തിൽ തന്നെ ഏറ്റവും പഴക്കമേറിയ അക്ഷരങ്ങളാണ് അല്ലെങ്കിൽ ലിപികളാണ്. ഇത് അങ്ങനെ പറയണ്ട, എന്നാൽ പോലും ആ സിംബൽസ് ആണ്. കാരണം അത്രമേറെ പഴക്കമുള്ള 5500
20 BC കാലഘട്ടം തൊട്ട് 4410 BC കാലഘട്ടത്തിലാണ് ആ ഒരു കാർബൺ ഡേറ്റിംഗ് ഒക്കെ നമ്മളെ കാണിക്കുന്നത്. അവിടെ മനുഷ്യവാസം ഉണ്ടായിരുന്നു എന്നുള്ളതില്ല. നമ്മൾ അങ്ങനെ കയറി ചെല്ലുമ്പോഴത്തേക്ക് രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാറകളിലെല്ലാം അതിൻ്റെ മുകളിലൊക്കെ കൃത്യമായ ലൈൻസ് ഉണ്ട്. അതിൻ്റെ സെൻട്രിൽ നിന്ന് താഴേക്കും അതിൻ്റെ മുകളിലേക്കും അവൻ്റെ ആശയവിനിമയങ്ങൾ ചെയ്യാൻ വേണ്ടി ആയിരിക്കാം ഇങ്ങനെ ഭയങ്കര നീളത്തിലുള്ള ലൈൻസും അതിന് ചുറ്റുമുള്ള ലൈൻസും ഒക്കെ ഉണ്ട്. ഇതെങ്ങനെ വരച്ചുവെച്ച് ക്ലൈംബ് ചെയ്യാനൊന്നും പറ്റത്തില്ല. ആ സമയത്ത് ഒരു പക്ഷേ അവിടെ വൃക്ഷങ്ങൾ ഉണ്ടായിരിക്കാം. അപ്പോൾ ആ വൃക്ഷങ്ങളിൽ കയറി നിന്നിട്ട് അതിൻ്റെ ബ്രാഞ്ചസിൽ നിന്നുകൊണ്ടൊക്കെ ആയിരിക്കും ഇത് കണ്ടിന്യൂ ചെയ്യുന്നത്. പക്ഷെ എന്തുമായാലും അത് കണ്ടിന്യൂസ് ലൈൻസ് ഒക്കെയാണ്. അപ്പോൾ അങ്ങനെയുള്ള എവിഡൻസ് എല്ലാം ഇത് പുരാതന ശിലായുഗത്തിലെ മനുഷ്യൻ താമസിച്ചിരുന്ന സ്ഥലമാണ് എന്നുള്ളതിനുള്ള തെളിവുകൾ നമുക്ക് കിട്ടും. അപ്പോൾ അതിന് കുറേ എവിഡൻസ് ഒക്കെ ഉണ്ട്, കുറേ സയന്റിഫിക് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ശരി, അങ്ങനെയുള്ള പാറക്കൂട്ടുകൾ ചിലതിനകത്താണെങ്കിൽ ചിലതൊന്നും നമുക്ക് അകത്തേക്ക് കയറാൻ പറ്റില്ല. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് പലപ്പോഴും ഇവിടെ രാജവമ്പാലയൊക്കെയുള്ള സ്ഥലമാണ്. അപ്പോൾ ഒരു മാർച്ചൊക്കെ ആ സമയത്ത് ഞങ്ങൾ അവിടെ പോയത്. അപ്പോൾ അവിടെയൊക്കെ ഈ പാമ്പൊക്കെ കയറി ഇങ്ങനെ ഇരിക്കും. അവിടെ നമുക്ക് ഒരുപാട് അകത്ത് കയറി പോകാൻ പറ്റില്ല. പക്ഷെ ചിലത് നമ്മൾ തറയിൽ ഇരുന്നു കൊണ്ട് ഒരു ചെറിയൊരു ക്രെവിസ് മാത്രമേ കാണത്തുള്ളൂ. അപ്പം അതിനകത്തേക്ക് ചാടി ഇറങ്ങണം. ജസ്റ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുറമേ നോക്കിക്കഴിഞ്ഞാൽ നല്ല ഒരു വാതിൽ, ചെറിയൊരു വാതിൽ പോലൊരു പ്രദേശം മാത്രം, ഒരു പാറയുടെ അറ്റത്ത്. അത് അതിനകത്ത് വലിയ ഗുഹയാണോ സൈഡിൽ നോക്കിയാൽ അതിനകത്ത് വലിയ ഗുഹയാണ്. ഞങ്ങൾ അതിനകത്ത് ചാടി ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് നോക്കിയപ്പോൾ അതിനകത്ത് നല്ല വെളിച്ചം വരുന്നുണ്ട്. ചെല്ലും തോറും വെളിച്ചം ഇങ്ങനെ കൂടി വരികയാണ്. അങ്ങനെ വന്ന് നോക്കിയപ്പോൾ കാണാം അപ്പുറത്തൊരു ഓപ്പൺ സ്പേസ്. അവിടെ നോക്കിയപ്പോൾ കാണാം നദി ഒഴുകി. നദി മീൻസ് ചാല് പോലെയുള്ള ഒരു ഒഴുക്ക്, നല്ലതായിട്ടും അങ്ങേയറ്റം മല മുകളാണ്. അവിടെ കാട്ടുപോത്തുകളൊക്കെ ഫുൾ മേളിലൊക്കെ വന്ന് നിൽക്കുന്നുണ്ട്. വനമാണ്, അഗസ്ത്യ മലയുടെ ഒരു ചരിവാണ് അത്. വെസ്റ്റേൺ ഘട്ടിൻ്റെ പോർഷനാണ്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ വെള്ളം ഒഴുകി ഇങ്ങനെ വന്നിട്ട് ഈ വാതിലിൻ്റെ അവിടേക്ക് ഇങ്ങനെ ഒഴുകിപ്പോയി. അപ്പോൾ ഞാൻ മനസ്സിലാക്കി പുരാതന ശിലായുഗത്തിലെ മനുഷ്യൻ എന്തുമാത്രം ബുദ്ധിയുള്ളവനായിരുന്നു. കാര്യം ഇവിടെ മുകളിലേക്ക് ഇവൻ ക്ലൈംബ് ചെയ്തായിരിക്കും കയറിയത്. പാറകഷ്ണങ്ങളിലൊക്കെ ചവിട്ടിയായിരിക്കും മുകളിൽ ഇങ്ങനെ പ്രദേശത്തിൻ്റെ മുകളിൽ കയറുന്നത്. പക്ഷേ ഈ അണ്ടർഗ്രൗണ്ട് കേവ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സേഫാണ്. ഈ സേഫ് വെച്ച് കഴിഞ്ഞാൽ മൃഗങ്ങളോ ഒന്നും ആക്രമിക്കാത്ത ഒരു സ്റ്റേജിലാണ് സംരക്ഷിച്ച് വെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് ഇവന് അങ്ങ് അപ്പുറത്തെ വശത്ത് നോക്കിക്കഴിഞ്ഞാൽ അപ്പുറത്ത് വെള്ളമുണ്ട്, കുടിക്കാം. അല്ലെങ്കിൽ ഓപ്പൺ സ്പേസ് ആണ്, കാടിൻ്റെ മറുവശത്തേക്ക് ഇവന് പോകാം. അപ്പം നല്ല അന്നേ ബുദ്ധി മനുഷ്യൻ നന്നായി ഉപയോഗിച്ചിരുന്നു എന്നുള്ള ഒരു തെളിവാണത്. പക്ഷെ അതിൽ ഡോക്ടർ രാജേന്ദ്രൻ എന്നോട് പറഞ്ഞ ഏറ്റവും വലിയ കാര്യം, എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്താണെന്ന് ചോദിച്ചാൽ അതിനകത്ത് തന്നെ മാംസമൊക്കെ ചുട്ടു തിന്നിട്ടുള്ള കരി ഉണ്ടായിരുന്നു. അപ്പൊ ആ കരി അദ്ദേഹത്തിന് കാർബൺ ഡേറ്റിംഗ് ചെയ്യാൻ വേണ്ടി കരി തന്നെ അദ്ദേഹത്തിന് കിട്ടി എന്നുള്ളതാണ്. അപ്പം എല്ലാം കൊണ്ടും തന്നെ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളിരിക്കുന്ന തെന്മല സെന്തുരുണിയുടെ സെമിനാർ ഹാളിലാണ് ഇരിക്കുന്നത്, സെന്തുരുണിയുടെ വന്യജീവി സംഗീതത്തിന്റെ. അപ്പൊ ഈ തെന്മല എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു ടൂറിസ്റ്റ് പ്ലേസ് എന്ന് മാത്രമാണ് ചിന്തിക്കുന്നത്. അല്ല, ഇത് പുരാതന ശിലായുഗ സംസ്കാരത്തിന്റെ കളിത്തൊട്ടിലാണ് സെന്തുരുണി വന്യജീവി സംഗീതവും ഈ തെന്മലയും ഒക്കെ. പക്ഷെ ഉണ്ടല്ലോ, അവിടെ ചെന്ന് കയറി നിൽക്കുമ്പോൾ നമ്മുടെ സർവ്വ അഹങ്കാരവും അന്നേരം തീരും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇവിടെ എത്രയോ വിഷപ്പാമ്പുകൾ ഉണ്ടായിരുന്നു, ഏതെല്ലാം സ്പീഷീസ്, ഇപ്പോഴും രാജവമ്പാല എല്ലാം ഉണ്ട്. ഏതെല്ലാം ജാതി ആനകൾ ഉണ്ടായിരുന്നു, ഇപ്പം ഇന്ത്യൻ ആന, ആഫ്രിക്കൻ ആന, ഇത് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ സ്പീഷീസും നശിച്ചുപോയി. മാമത്തുകൾ സഹിതം നശിച്ചുപോയി, ഡിനോസോഴ്സ് സഹിതം നശിച്ചുപോയി. പക്ഷേ മനുഷ്യൻ ഹോമോസാപ്പിയൻസ് എന്ന ആ ഒരു ജീവി വർഗത്തെ കാട് തന്റെ ഗർഭഗൃഹങ്ങളായ പാറയുടെ ഗുഹകൾക്കുള്ളിൽ ഒളിപ്പിച്ചു വച്ചിരുന്നു. ഇന്നും സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാം ഒരുക്കി തന്നു. പക്ഷെ എന്നാണോ മനുഷ്യൻ കാടിന്റെ വെളിയിൽ ഇറങ്ങിയത്, അതിനുശേഷം തൊട്ട് കാടിനെ ചുട്ടരിക്കാനും വെട്ടി നിരത്താനും ഒക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ മനുഷ്യന് നന്ദി എന്ന ഒരു വികാരം ആത്യന്തികമായി ഉണ്ടാകേണ്ടത് ഏത് മനോഭാവമാണ്, ഏത് സമീപനമാണ് പ്രകൃതിയോട് ഉണ്ടാകേണ്ടതെന്ന് ചോദിച്ചാൽ ഞാൻ പറയും നന്ദി എന്ന ഒരു വാക്കാണ് ആദ്യമായിട്ട് ഉണ്ടായിരിക്കേണ്ടത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരിക്കലും ഒരു പുതിയ ജീവനെ, ഒരു പുതിയ തളിരിലയെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ടിഷ്യൂ കൾച്ചർ ചെയ്തൊക്കെ എടുക്കാം എന്നൊക്കെ പറയും. പക്ഷെ എല്ലാത്തിനെയും ഒന്നും നിങ്ങൾക്ക് തേക്കിന്റെ ഇലയെ പോലും ടിഷ്യൂ കൾച്ചർ ചെയ്തെടുക്കാൻ പറ്റില്ല. പുതുതായി ഒരു ജീവനെ, ഒരു തളിരിനെ, ഒരു തൈയിനെ സൃഷ്ടിച്ചെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല. പിന്നെ
ഈ മരങ്ങളെ, മഹാവൃക്ഷങ്ങളെ, ബോധിസത്വങ്ങളെ, ഇതിനെയെല്ലാം നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ നശിപ്പിച്ചു കൊണ്ടേയിരിക്കുന്നതെന്ന് ആത്യന്തികമായി മനുഷ്യനോട് നമുക്കൊരു ചോദ്യം ചോദിക്കാം. അതിന് പല സമീപനങ്ങളാകാം, നിങ്ങൾക്ക് പലതരത്തിലുള്ള മനോഭാവങ്ങളാകാം. ഞാൻ 23ാമത്തെ വയസ്സിലാണ് കേരള വനഗവേഷണ കേന്ദ്രത്തിൽ ജോയിൻ ചെയ്യുന്നത്. ആ സമയത്ത് എൻ്റെ സയൻസ് ഡോക്ടർ മുഹമ്മദ് ഭയങ്കര ഒരു ഇൻസൈന്റിസ്റ്റ് ആണ്. അങ്ങനെ ഇരിക്കും ഒരു ദിവസം അവിടെ ഇങ്ങനെ കാഞ്ഞാവിന്റെ വള്ളികൾ ഇങ്ങനെ പടി പോലെ, വലിയ പടികൾ പോലെ വന്ന് തഴച്ച് വളർന്ന് ഇങ്ങനെ മുകളിലേക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ അങ്ങ് കിടക്കും. എന്നിട്ട് ആ കാഞ്ഞാവിന്റെ വള്ളികൾ ഇങ്ങനെ ഊഞ്ഞാലുകൾ പോലെ താഴോട്ടും പടർന്നു കിടക്കും. അപ്പൊ അവിടെ ഒരു ടീക്കിന്റെ മ്യൂസിയം ഉണ്ട്. ലോകത്തിലെ ഏക തേക്ക് മ്യൂസിയമാണ്. അതിന്റെ ഡെവലപ്മെന്റൽ സ്റ്റഡീസ് ആണ് എനിക്ക്. അപ്പൊ എൻ്റെ ഏറ്റവും വലിയ ഹോബി, ഞാൻ ആരും ഇല്ലെങ്കിൽ പതുക്കെ ഈ പടികൾ കയറും. അതായത് ഈ കാഞ്ഞാവുകൾ പടി പോലെ കെട്ടിയിരിക്കുന്ന ഈ ഊഞ്ഞാലുകളിൽ പടി മുകളിലോട്ട് കയറിപ്പോയിട്ട് ആ വള്ളി പോലെ ചെന്ന് കിടക്കുന്നതിന് അതിനകത്ത് അങ്ങ് തൂങ്ങിയിട്ട് ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കും. അതായത് ഊഞ്ഞാലാടും പോലെ ആടിക്കൊണ്ടിരിക്കും. വർഷങ്ങൾ കൊണ്ട് സംരക്ഷിച്ച് വെച്ചിരിക്കുന്ന ഒരു സാധനമാണ് ആ പ്ലാന്റ്. അത് പണ്ടൊക്കെ ഉള്ളൊരു കാട്ടിൽ പോകുമ്പോൾ വെള്ളമൊന്നും കിട്ടിയില്ലെങ്കിൽ ഇതിന്റെ വള്ളി കട്ട് ചെയ്യും. അപ്പൊ പൈപ്പിൽ നിന്ന് വെള്ളം വീഴുപോലെ വെള്ളം വരും, എന്നിട്ട് മടമടാ കുടിക്കും. അങ്ങനെ ചെയ്യുന്ന ഒരു പ്ലാന്റിന്റെ റെപ്രസെന്റേഷനാണ് അത്. അപ്പൊ അത് അത്രത്തോളം പരിപാവനമായിട്ടാണ് അവർ സൃഷ്ടിച്ചത്. ഇതൊന്നും നമുക്കത്ര ബോധത്തിലേക്ക് എത്തിയിട്ടില്ല. നമ്മൾ പിന്നെയും ആരുമില്ലാത്ത സമയം സെക്യൂരിറ്റികൾ പോകുമ്പോൾ പിന്നെയും ചാടിക്കയറും, പിന്നെയും ഓയാലിൽ ആടിക്കൊണ്ടിരിക്കും. അങ്ങനെ ഒരു ദിവസം ഞാൻ അതിനകത്ത് കയറി താഴ്ന്നു മേലോട്ട് ഏറ്റവും മുകളിൽ ചെന്നപ്പം ഗസ്റ്റ് ഹൗസിലേക്ക് നോക്കി. ആർട്ടിഫിഷ്യൽ ഫോറസ്റ്റ് ആണ്, ഫോറസ്റ്റ് പിന്നെ ആർട്ടിഫിഷ്യൽ ഫോറസ്റ്റ് എല്ലാം ഉണ്ട്. അപ്പൊ അതിന് നടുക്കൊരു 2 നില ഗസ്റ്റ് ഹൗസ് ഉണ്ട്. നോക്കിയപ്പോൾ കാണാം എൻ്റെ സയന്റിസ്റ്റ് ഡോക്ടർ മുഹമ്മദ്. അതോടുകൂടി സലാം ഞാൻ വിചാരിച്ചു. പക്ഷെ പതുക്കെ ഞാൻ ഇറങ്ങി വന്നു. ഇറങ്ങി വന്ന് എൻ്റെ റൂമിൽ കുത്തിയിരുന്നു. സാറിനെ ഞാൻ അന്ന് കണ്ടില്ല, പിറ്റേന്ന് രാവിലെയും കണ്ടില്ല, പിറ്റേന്ന് ഉച്ചയ്ക്ക് ഞാൻ കണ്ടു സാറിനെ. സാറൊരു വലിയ വടം കൊണ്ടുവരുന്നു. എന്തിനാണ് ഈ വലിയ വടം എന്ന് ചോദിച്ചാൽ, അദ്ദേഹം പോയിട്ട് ജോലിക്കാരെ വിളിച്ചിട്ട് ഓഫീസിന്റെ മുന്നിൽ, ഗവേഷണ കേന്ദ്രത്തിന്റെ മുന്നിൽ ഒരു വലിയ ഊഞ്ഞാല് കിട്ടി. എനിക്കിരുന്നാണ് നോക്കൂ. എന്നിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ദാ ഞാൻ ഈ ഓഫീസിന്റെ പുറകിലും ഒരു ഊഞ്ഞാലിടും. നിനക്ക് മുന്നിലിരുന്നാടണമെങ്കിൽ മുന്നിലിരുന്നാടാം, പുറകിലിരുന്നാടണമെങ്കിൽ പുറകിലിരുന്നാടാം. പക്ഷേ എൻ്റെ വള്ളിയെ തൊട്ടുപോകുന്നു. അതാണ് കൺസർവേഷൻ. പക്ഷെ അദ്ദേഹത്തിന് 100 വർഷത്തോളം പഴക്കമുള്ള ആ വള്ളിച്ചെടികൾ സംരക്ഷിച്ചെടുത്തേ മതിയാകും. കൺസർവേഷന്റെ മനോഭാവം നിങ്ങൾ. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട്, ഞാൻ അത്രയേറെ അതിനെ പ്രണയിക്കുന്നു, ഞാൻ അത്രയേറെ അതിനെ സ്നേഹിക്കുന്നു, ആ പ്ലാന്റിനെ. ശരിയാണ്. ആ ഒരു വികാരത്തിലേക്ക് എത്തിയെങ്കിൽ മാത്രമേ, നോക്കൂ, നമ്മൾ എല്ലാവരെയും സ്നേഹിക്കും അല്ലേ? സ്വന്തം ഭാര്യയെ സ്നേഹിക്കും, അയൽക്കാരെ സ്നേഹിക്കും, ക്ലാസ്മേറ്റ്സിനെ സ്നേഹിക്കും. പക്ഷെ നമ്മൾ ആരെയാണ് പ്രണയിക്കുക? സകലതിനോടും ഒരു പ്രണയം ഉണ്ടായാൽ അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ലഹരി എന്ന് ഞാൻ പറയും. അതേ ലഹരിയാണ് പ്രകൃതിയോടും നമുക്കുണ്ടായിരിക്കേണ്ടത്. ഈ പരിസ്ഥിതി വിജ്ഞാനം എന്നുള്ളത്, അല്ലെങ്കിൽ പ്രകൃതി സ്നേഹികൾ, പരിസ്ഥിതിവാദികൾ ഇങ്ങനെ വരുമ്പോഴത്തേക്കും അവരെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണം. ഇതിൽ എത്ര സയന്റിസ്റ്റുകളുണ്ട്, ആ സയന്റിസ്റ്റുകളിൽ തന്നെ ഈ പറഞ്ഞ കാര്യം എത്ര പേർ ചെയ്തു നോക്കിയിട്ടുണ്ട്, അവർക്ക് ഈ കാര്യങ്ങൾ ശരിയായി ബോധ്യപ്പെട്ടിട്ടുണ്ടോ, ചെയ്തു നോക്കിയവരോട് മാത്രമേ നിങ്ങൾ സംസാരിക്കാവൂ, ആ ആശയങ്ങളെ മാത്രമേ നിങ്ങൾ പ്രചരിപ്പിക്കാവൂ. ഇല്ല എങ്കിൽ പലതും തെറ്റായി പോകും. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു മനോഭാവമാണ്. ഇത് എല്ലാത്തിനെയും സർപ്രസ് ചെയ്യുക, വെറുതെ വിട്ടെടുക്കുക എന്ന് പറയാം. അതിനകത്ത് ഒരുപാട് സയന്റിഫിക് കാര്യങ്ങളുണ്ട്. അപ്പൊ ആ സയന്റിഫിക് കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് വേണം സംരക്ഷണ പ്രവർത്തനങ്ങളിലേക്ക് എടുത്തു ചാടാൻ. അപ്പൊ ഞാൻ തെന്മലയെ കുറിച്ച് പറഞ്ഞു. തേന്മല ആണ് തെന്മലയായി മാറിയിരിക്കുന്നത്. 3000-ൽ പരം വർഷങ്ങൾ കേടുകൂടാതെ ഇരിക്കുമത്രേ ഇവിടുത്തെ തേൻ. അപ്പൊ അതിന്റെ സാമ്പിൾസ് ലഭിച്ചിട്ടുണ്ട്. അപ്പൊ അത് കെമിക്കലി ടെസ്റ്റ് ചെയ്തപ്പോൾ 3000-ൽ പരം വർഷങ്ങൾ പഴക്കമുള്ള തേനാണ് ഇത് എന്ന് പറയും. കാര്യം, ഇപ്പൊ ശെന്തുണി വന്യജീവി സങ്കേതം തന്നെ 1257-ൽ പരം സസ്യങ്ങളെ നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അതില് കൽത്താമരകൾ, അതായത് ശെന്തുണിക്കകത്തുള്ള
ഒരു പ്രത്യേക തരത്തിലുള്ള താമരകളാണ്. അത് പാറക്കെട്ടുകളിലാണ് കാണുന്നത്. അപ്പൊ ഒരു ഡിസംബർ മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് പാറക്കെട്ടുകളിൽ ഒക്കെ ഉള്ള മലമുകളിലേക്കൊക്കെ കയറിപ്പോയി കഴിഞ്ഞാൽ അതുവരെ അവിടെ ഒന്നും കാണത്തില്ല. പക്ഷെ ആ മണ്ണിനടിയിൽ അന്നേരം പൊട്ടി പൊട്ടി ഇങ്ങനെ ഇല വീശി വീശി വരും. നല്ല താമര ഇലകൾ പോലെ മനോഹരമായ, അത് എക്സാക്ട്ലി താമര ഇലയിലെ കണക്കിരിക്കുന്ന ഇലകളായിരിക്കും, നേരെയുള്ള ഇല. പക്ഷെ പണ്ട് ആദിവാസികളും നാട്ടുകാരും അതിൻ്റെ കിഴങ്ങെടുത്തോണ്ട് പോകുമായിരുന്നു. എന്തിനാണെന്നറിയാമോ? വേദന അറിയാതെ പ്രസവിക്കാൻ ഈ കിഴങ്ങ് കഴിച്ചാൽ മതിയത്രേ. അങ്ങനെയുള്ള മെഡിസിനൽ പ്രോപ്പർട്ടി ഉള്ള കിഴങ്ങായിരുന്നു അത്. ഇംപാർഷ്യൻ സ്കോട്ടിഫോളിയ എന്നാണ് അതിന്റെ ശാസ്ത്രനാമം. കൽത്താമരകൾ ലോകത്ത് ചെന്തുരുണിയിൽ മാത്രം കാണപ്പെടുന്ന ചെടികളാണ് ഈ കൽത്താമരകൾ. വയനാട്ടിൽ കാണപ്പെടുന്ന കൽത്താമരകൾ ഇതല്ല, ഇംപാർഷ്യൻ സ്കോട്ടിഫോളിയ അല്ല. പിന്നെ ട്രൈബൽസിനെയൊക്കെ ഒഴിവാക്കിയ ശേഷമാണല്ലോ നമ്മൾ സാങ്ച്വറി ഫോം ചെയ്തത്. അതേപോലെ ട്രാവൻകൂർ ഈവനിങ് ബ്രൗൺ എന്ന ശലഭങ്ങൾ, ആ ശലഭങ്ങളുടെ കഥകൾ തേടി നിങ്ങൾ പോയി കഴിഞ്ഞാൽ അവരുടെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ സൗത്ത് അമേരിക്കയിലാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്തുകൊണ്ടാണ് അവരുടെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ സൗത്ത് അമേരിക്കയിലാണ് എന്ന് പറയാൻ കാരണം, പണ്ട് സൗത്ത് അമേരിക്കയും ചെന്തുരുണിയും ഒരുമിച്ച് കിടന്നതാണ്. ഗോണ്ടോനലും അതിന്റെ ഷിഫ്റ്റിങ്ങും ഒക്കെ ഫോർമേഷനൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, ഭൂഖണ്ഡങ്ങളുടെ ലഘൂകീകരണവും ഒക്കെ. അപ്പൊ ആ സമയത്ത് ഇത് പിരിഞ്ഞു പോയതാണ്. അപ്പം ഇപ്പോഴും ആ ക്ലോസ് റിലേറ്റീവ്സ് സൗത്ത് അമേരിക്കയിലുണ്ട്. നമ്മുടെ ട്രാവൻകൂർ ഈവനിങ് ബ്രൗൺസ് ശലഭങ്ങളുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളാണ്. ഇംപാർഷ്യൻസ് എന്ന് പറഞ്ഞിട്ട് വേറൊരു പ്ലാന്റും കൂടെ ഉണ്ട്. അതേപോലെ നമ്മൾക്ക് പ്രത്യേക തരത്തിലുള്ള മത്സ്യങ്ങളുണ്ട്. ഡോക്കിൻഷ്യ എക്സ്ക്ലമേഷ്യോ എന്നാണ് ആ മത്സ്യങ്ങളുടെ പേര്. കാർപ്പ് മത്സ്യങ്ങളാണ്, അതായത് പരൽ മീനുകൾ. ഈ മീനുകളുടെ മുഖവും വാലും ഒക്കെ ചുവന്നിരിക്കും. നടുക്ക് ഒരു W മാർക്ക് കാണും. ഡോക്കിൻഷ്യ എക്സ്ക്ലമേഷ്യോ എന്നാ പറയുന്നത്. വാലിൻ്റെ അറ്റത്ത് ഒരു എക്സ്ക്ലമേഷൻ മാർക്ക് കാണും. ലോകത്ത് ഇതിവിടെ മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. കാരണം ഭൂഖണ്ഡങ്ങളുടെ രൂപീകരണ സമയത്ത് ഐസൊലേഷൻ സംഭവിച്ചത് പോയതുകൊണ്ട് ചെന്തുരുണി മരവും ഇത്തരത്തിലുള്ള ജീവജാലങ്ങളും ഒക്കെ ഇവിടെ വരുള്ളൂ. അപ്പൊ നമുക്കിവിടെ ശക്തമായ ഫോറസ്റ്റ് പോളിസീസ് ഉള്ളതുകൊണ്ടും നമുക്ക് ശക്തമായ നിയമങ്ങൾ നിലവിലുള്ളത് കൊണ്ടുമാണ് ഇവയൊക്കെ ഇപ്പോഴും ഇവിടെ സജീവമായി കാണാൻ കഴിയുന്നത്. കാര്യം എന്തെന്നാൽ, അപ്പോ ഗവൺമെന്റിന്റെ മനോഭാവം, ശക്തമായ പോളിസീസ് എടുത്ത ഗവൺമെന്റിന്റെ സമീപനങ്ങൾ കൊണ്ടാണ് നമുക്കിപ്പോഴും ഈ ജീവജാലങ്ങളെയൊക്കെ ഇവിടെ സംരക്ഷിച്ചു നിർത്താൻ നമുക്ക് കഴിയുന്നത്. പിന്നെ ചെന്തുരുണിയിൽ ഞങ്ങൾ എക്കോ ടൂറിസം ചെയ്യുന്നുണ്ട്. കാടിന്റെ ഉള്ളിൽ വീടുകളൊക്കെ വച്ചിട്ടിട്ടുണ്ട്. ചുരുക്കി 3 സോണുകളുണ്ട്. ഒന്ന് ടൂറിസ്റ്റ് സോൺ, പൊതുജനങ്ങൾക്കൊക്കെ കയറാവുന്ന. ബഫർ സോൺ അകത്ത്, അതിനകത്ത് കോർ സോൺ ഉണ്ട്. കാട്ടിൽ അതുപോലെ ഡോർമിറ്ററി ഒക്കെ ഉണ്ട്. അപ്പൊ അവിടെ ആ സ്റ്റേഷനിൽ ഇതുപോലെ ഒരു വനവിജ്ഞാന കേന്ദ്രമാണ്. പക്ഷെ അത് കഴിഞ്ഞിട്ട് നമ്മൾ അകത്തോട്ട് പോകുമ്പോൾ കല്ലാർ എസ്റ്റേറ്റ് ഒക്കെ ഉണ്ട്. പണ്ട് കാലത്ത് ബ്രിട്ടീഷുകാർ കാട് വെട്ടിത്തെളിച്ച് എസ്റ്റേറ്റ് ആക്കി. എങ്കിലും നമ്മളൊരു 10 കിലോമീറ്റർ കൂടെ പോയി കഴിഞ്ഞാൽ ഈ കാടിന്റെ ഈ ഒരു പരിസ്ഥിതി അല്ല കാണുക. ശരിക്കും നമ്മൾ മൂന്നാറിൽ ചെന്ന പോലെയുള്ള ഒരു സിറ്റുവേഷനാണ് അവിടെ കാണുക. വലിയ മഞ്ഞ് മൂടിയ മലകളും, നമ്മുടെ തൊട്ടപ്പുറത്ത് പോലും സന്ധ്യയൊക്കെ ആയാൽ നല്ല പുകമഞ്ഞിങ്ങനെ വീണുകൊണ്ടിരിക്കും. അങ്ങനെയുള്ള സ്ഥലങ്ങളും എസ്റ്റേറ്റും തമിഴ് ആൾക്കാരും ഒക്കെയാണ് അവിടെ ജോലിക്കൊക്കെ വരുന്നത്. അപ്പൊ നമ്മുടെ ചെക്ക് പോസ്റ്റിൽ നിന്ന് അവരുടെ വണ്ടി മാത്രം, അവിടെ താമസിക്കുന്ന വണ്ടി മാത്രം നമ്മൾ കടത്തി വിടും. അപ്പൊ ആ എസ്റ്റേറ്റും കടന്ന് വീണ്ടും അതിന്റെ അങ്ങേ അറ്റത്ത് ചെന്ന് നിന്നുകൊണ്ട് അങ്ങ് സഹിന്റെ സാനുക്കളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഹൃദയം ഒരു പുഷ്പം പോലെ വിടർന്ന് അങ്ങനെ നിൽക്കാം. സമയം പോകുന്ന അറിയത്തില്ല, പകലേത രാവേത ഒന്നും അറിയത്തില്ല. കാരണം പ്രകൃതിയുടെ ഏറ്റവും സുന്ദരമായ കാഴ്ചകളിൽ ഒന്നാണത്. കാരണം നമ്മളിങ്ങനെ കടല് കിടക്കുന്ന പോലെയാണ്. മേഘപാളികളും മഞ്ഞും കാടും എല്ലാം കൂടെ ഇങ്ങനെ മൂടി തിരയടിക്കുന്ന പോലെ. ഒരു കാറ്റൊക്കെ വരുമ്പോൾ നല്ല രസമാണ് കാണാൻ. ആകാശമേതാ, മഞ്ഞേതാ, മലയേതാ, നീലമേഘങ്ങളേതാ, നീലമലകളേതാ എന്നൊന്നും അറിയാത്ത ആ സഹിന്റെ മനോഹാരിത കാണാൻ പറ്റും. അപ്പൊ ഞാൻ അവിടെ ഒരു ദിവസം ഒരു കാര്യം കണ്ടെന്ന് വെച്ചാൽ, ഒരു പ്രാവശ്യം പോയിട്ട് വന്നപ്പോഴത്തേക്ക് അവിടെ എസ്റ്റേറ്റ് ആണ്. 10 കിലോമീറ്റർ കഴിയുമ്പോൾ, കട്ടളപ്പാറ വനവിജ്ഞാന കേന്ദ്രം കഴിഞ്ഞ് 10 കിലോമീറ്റർ കഴിയുമ്പോഴത്തേക്ക് കല്ലാർ എസ്റ്റേറ്റ് ആണ്. അപ്പൊ ആ എസ്റ്റേറ്റിന്റെ അവിടെ ഞാനിങ്ങനെ ഇറങ്ങി നിന്നു. ഏലമൊക്കെ ഗ്രാമമൊക്കെ ഒരു പരമ്പിൽ വിരിച്ചിട്ടേക്കുന്നു. അപ്പൊ അതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ നിന്നപ്പോഴത്തേക്ക് നമ്മുടെ ഓഫീഷ്യൽസിൽ ഒരാൾ വന്നിട്ട് പറഞ്ഞു, തിരിഞ്ഞു നോക്കൂ, ഒരു കാഴ്ച കാണണമെങ്കിൽ. അപ്പൊ നമ്മൾ തിരിഞ്ഞു നോക്കിയപ്പോൾ അവിടെ ഒരു ഇങ്ങനെ കയ്യാലെ ഇങ്ങനെ വനം വെട്ടിയിട്ട്
പ്രൈവറ്റ് ഭൂമിയാണ്. അതായത് പണ്ടത്തെ ബ്രിട്ടീഷുകാർ ഇപ്പോഴത്തെ മലയാളികൾക്ക് കൊടുത്തിട്ട് പോയ എസ്റ്റേറ്റിന്റെ പോർഷനാണ്, എൻക്ലോഷറാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ പടികൾ, മനോഹരമായി പടികൾ വെട്ടി 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 ഇങ്ങനെ ഇട്ടേക്കുന്നു. അതിൻ്റെ ആ കയ്യാല വെട്ടിയേക്കുന്ന പോർഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ഇല്ലികൾ കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മനോഹരമായി ആ കയ്യാലയ്ക്കകത്ത് വളർത്തിയിട്ടേക്കും. നല്ല രസമാണ് അത് കാണാൻ. ഈ പടിയെല്ലാം കടന്ന് നമ്മൾ മുകളിൽ ചെന്നപ്പോഴത്തേക്ക് അവിടെ ഒരു അമ്മച്ചിപ്ലാവ് നിൽപ്പുണ്ട്. അതിന് ചുറ്റും ഇങ്ങനെ പാറ കെട്ടിയിട്ടിട്ടുണ്ട്, നമുക്ക് ഇരിക്കാം, ആൽത്തറ കെട്ടിയിട്ടേക്കുന്ന പോലെ. അവിടെ ഇരുന്നു കൊണ്ട് ആ ശങ്കുരണിയുടെ മുഴുവൻ മനോഹാരിതയും നമുക്ക് ഒറ്റയടിക്ക് കാണാൻ പറ്റും. അതോട് ചേർന്ന് ഒരു ബംഗ്ലാവുണ്ട്. അത്രയും ബ്യൂട്ടിഫുള്ളായ സ്ഥലമാണ് ശങ്കുരണി. അവിടെ നമ്മൾ ചെല്ലുമ്പോഴത്തേക്ക് മരത്തിനകത്തൊക്കെ ട്രൂപ്പായിട്ടാണ് കരിങ്കുരങ്ങൊക്കെ തൂങ്ങി തൂങ്ങി കിടക്കും. ഒരു ട്രൂപ്പിൽ 10-35 ആൾക്കാരാണ്. സിംഹവാലനുണ്ട്, കരിങ്കുരങ്ങുണ്ട്, പിന്നെ കുട്ടിത്തേവാങ്കുകൾ, അത് കുറച്ചുകൂടി അകത്തോട്ടാണ്. നമ്മൾ കട്ടിളപ്പാറയൊക്കെ ചെന്നാൽ കുട്ടിത്തേവാങ്കുകളെ കാണാൻ പറ്റും. അങ്ങനെ ഈ കേരളത്തിൽ കാണപ്പെടുന്ന 5 തരത്തിലുള്ള കുരങ്ങുകളും നമുക്കിവിടെയുണ്ട്. അപ്പോൾ കട്ടിളപ്പാറ എന്ന് പറയുന്നത് കല്ലുവരമ്പ് സെക്ഷനാണ്. അപ്പോൾ ഇവിടുന്ന് 7 കിലോമീറ്റർ പോവുക, 7 കിലോമീറ്റർ കഴിഞ്ഞിട്ട് നമ്മൾ കാട്ടിനകത്ത് ചെല്ലുമ്പോഴാണ് വനവിജ്ഞാന കേന്ദ്രം. അതും കഴിഞ്ഞിട്ട് 10 കിലോമീറ്റർ പോകുമ്പോഴാണ് കല്ലാറെന്ന എസ്റ്റേറ്റ്. അതും കഴിഞ്ഞിട്ടാണ് നമ്മുടെ കോർ ഏരിയ. അപ്പോൾ കോർ ഏരിയ അതും കഴിഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ പാണ്ടിമൊട്ട എന്ന സ്ഥലത്തെത്തും. അത് മൊട്ട മീൻസ് കുന്നുകൾ. അതെല്ലാം മനോഹരങ്ങളായ നീളം കുറഞ്ഞ മരങ്ങൾ. ആ മലമുകളിലെ മരങ്ങളെല്ലാം നീളം കുറവാണ്, എൻ്റെ ബോൾസിന് നീളം കുറവാണ്. പടർന്ന് പന്തലിച്ച് ചിത്രം വരച്ച പോലെ തറയിൽ മുട്ടി ഇങ്ങനെ നിൽക്കും മരങ്ങൾ. കണ്ടിട്ടില്ലാത്തതരം പൂക്കൾ, നീല ഡാലിയൊക്കെ കണ്ടിട്ടുണ്ട് നമ്മളവിടെ. പിന്നെ കണ്ടിട്ടില്ലാത്ത തരം പൂക്കൾ, കണ്ടിട്ടില്ലാത്ത തരം സസ്യജാതികൾ. ശങ്കുരണി കേരളത്തിലെ 5 തരത്തിലുള്ള കുരങ്ങന്മാരൊക്കെ കാണപ്പെടുന്ന, കുരങ്ങിന്റെ പല 5 സ്പീഷീസും കാണപ്പെടുന്ന ഒരു സാങ്ച്വറിയാണിത്. അപ്പൊ ജീവജാലങ്ങളെ അതിന്റെ ഫോണയോ ഫ്ലോറോ ഒന്നും പറയാൻ എനിക്ക് സമയമില്ല. അപ്പൊ അതിനെല്ലാം കൺസേർവ് ചെയ്യുന്നുണ്ട് ഇവിടെ നാട്ടുകാർ നല്ല സഹകരണമാണ്. നമുക്ക് ഫോറസ്റ്റിന്റെ നശീകരണമോ മറ്റു പ്രവർത്തനങ്ങളോ ഒന്നുമില്ല. അപ്പൊ കട്ടിളപ്പാറ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം. കട്ടിളപ്പാറ ആ പേര് എങ്ങനെ വന്നു വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഇവിടുന്ന് 7 കിലോമീറ്റർ നെടുവന്നൂർ കടന്ന് ചെക്ക് പോസ്റ്റിലേക്ക്, അവിടുന്ന് വീണ്ടും കാട്ടിലൂടെ 7 കിലോമീറ്റർ ചെല്ലുമ്പോഴാണ് പണ്ടത്തെ ചെങ്കോട്ടയിലേക്കുള്ള കാട്ടിനകത്തൂടുള്ള വഴിയായിരുന്നു അത്. അപ്പൊ അവിടെ ഒരു പാറ കാണാം. ആ പാറയ്ക്കകത്ത് നമ്മൾ 3 കട്ടിള കൊത്തി വെച്ചേക്കുന്നത് കാണാം. ആ സൂക്ഷിച്ചു നോക്കി ആ ഒരു കട്ടിളയുടെ കുറച്ച് ഭാഗം ഇളകി പോയിരിക്കുന്നത് കാണാം. അതിന്റെ പാറയുടെ കയറി നോക്കിക്കഴിഞ്ഞാൽ ഫിഷ് മോട്ടീവ്സ് കാണാം. ഫിഷിന്റെ മോട്ടീവ്സ് ഉണ്ടല്ലോ, ചിത്രങ്ങൾ ഇങ്ങനെയുള്ള പണ്ടികൾ. ആ ഫിഷ് മോട്ടീവ്സ് വെച്ചിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത് ബുദ്ധ കാലഘട്ടത്തിലുള്ള പണിയാണത്. ഇതെന്ത് സംഭവിച്ചു കഴിഞ്ഞാല് ഇവരിത് നന്നായിട്ട് തുറന്ന് ബുദ്ധ കാലഘട്ടത്തിലെ ആൾക്കാര് ബുദ്ധിസ്റ്റുകളൊക്കെ അകത്തിരുന്ന് തപസ് ചെയ്യാനും ധ്യാനിക്കാനും മെഡിറ്റേഷന് വേണ്ടിയിട്ട് ഉണ്ടാക്കാൻ ശ്രമിച്ച ഒരു പാറയാണ്. പക്ഷെ ഇതിന്റെ ഒറിജിനൽ നമുക്ക് RPL-നകത്ത് റീഹാബിലിറ്റേഷൻ പ്ലാന്റേഷൻ ലിമിറ്റഡ് അവിടെ ചെല്ലുമ്പോൾ നമുക്ക് ഇതുപോലെ 3 ചേംബർ ഉള്ള പാറ തുറന്ന് അകത്ത് പീഠമൊക്കെ ഉണ്ടാക്കി അതിനകത്ത് മെഡിറ്റേഷനൊക്കെ കഴിഞ്ഞിരിക്കുന്ന ലക്ഷണങ്ങളാണ്. ഇതിനെ നമ്മൾ കേവ് എന്നാണ് വിളിക്കുക. നമ്മൾ ആദ്യം കണ്ട ഷെൽട്ടർ അല്ല, അതായത് പ്രകൃതി ഉണ്ടാക്കിയ ആ ഗുഹയല്ല. അപ്പൊ ഈ ഷെൽട്ടർ അവിടെ ഉണ്ട്. അപ്പൊ ഈ കട്ടിള ഇളകി പോയി. ഇപ്പൊ കട്ടിള മാത്രമേ നമുക്ക് അവിടെ കാണാൻ പറ്റത്തുള്ളൂ. ആ പാറ അവിടെ ഉള്ളതുകൊണ്ടാണ് കട്ടിളപ്പാറ എന്ന് പറയുന്നത്. അപ്പൊ ഈ ബുദ്ധ കാലഘട്ടത്തില് അത് നല്ല കാടായിരുന്നു. എനിവേ ബുദ്ധന്റെ ആൾക്കാരായാലും ആ കാട് അതുപോലെ സംരക്ഷിച്ചു. നമ്മുടെ ഇപ്പോഴത്തെ ഗവൺമെന്റ് റൂൾസ് അനുസരിച്ചിട്ടാണെങ്കിലും ആ കാട് അതുപോലെ സംഭവിച്ചപ്പോൾ മാറി മാറി വരുന്ന മനോഭാവങ്ങളിൽ കള്ളനും ദുഷ്ടനും ഒന്നും അവിടെ ഏർപ്പെട്ടില്ല. അതുകൊണ്ട് അതിന്റെ ആ ഡൈവേഴ്സിറ്റി, കട്ടിളപ്പാറ എന്ന് പറയുന്നത് ഡ്രൈ ഡെസിഡ്യൂസ് ഫോറസ്റ്റ് ആണ്. നമുക്കിവിടെ 33 തരത്തിലുള്ള ഫോറസ്റ്റ് ഉണ്ട്. അതെന്ത് ഫോറസ്റ്റ് ആണ്? നിങ്ങൾ വിചാരിച്ചു കാട് നിറയെ ഫോറസ്റ്റ് ആണ് അല്ലേ? അത് ഈ ഫോറസ്റ്റ് മുഴുവൻ കാടാണ് വിചാരിച്ചോ? 33 തരത്തിലുള്ള കാടുണ്ട്. ആ കട്ടിളപ്പാറ കുറച്ചുകൂടെ 2 കിലോമീറ്റർ അങ്ങ് ചെന്ന് കഴിഞ്ഞാൽ പ്രത്യേക തരത്തിലുള്ള ഒരു കാട് കാണാം. അതിനെ ഞങ്ങൾ മിരിസ്റ്റിക്ക വനങ്ങൾ എന്നാണ് വിളിക്കുക. കാട്ടുജാതി ചതുപ്പുകൾ. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എവർഗ്രീൻ ഫോറസ്റ്റിന്റെയോ അല്ലെങ്കിൽ മോയിസ്റ്റ് ഡെസിഡ്യൂസ് ഫോറസ്റ്റിന്റെയോ ആർദ്ര ഇലകൊഴിക്കും കാടുകൾ അതിന്റെയോ സമീപത്ത് നമ്മൾ അകത്ത് ചെല്ലുമ്പോഴത്തേക്ക് പശ്ചിമഘട്ട മലനിരകളുടെ ഒരു 200 മീറ്ററിന് താഴെയായിട്ട് നമുക്ക് നല്ല ഒരു കാവ് പോലെയുള്ള പ്രദേശം കാണാം. അതുവരെ നമ്മൾ കണ്ട മരങ്ങളൊന്നുമല്ല അവിടെ നിൽക്കുന്നത്. ചിലപ്പോൾ ഒരു 1/2 ഏക്കർ കാണും, ചിലപ്പോൾ ഒരു 2.5 ഏക്കർ കാണും, മാക്സിമം അത്രയൊക്കെ ഉള്ളൂ. പക്ഷെ നമ്മൾ ആ കാടിന്റെ ഒരു സ്ഥലത്തും കണ്ട മരങ്ങൾ
മരങ്ങളായിരിക്കില്ല അവിടെ നിൽക്കുന്നത്. അവിടെ നിൽക്കുന്ന മരങ്ങളെല്ലാം നേരെ സ്ട്രെയിറ്റ് ബോൾ ആയിരിക്കും. എന്നിട്ട് ആ സ്ട്രെയിറ്റ് ബോളിന്റെ ബ്രസ്റ്റ് ഹൈറ്റിൽ വെച്ചിട്ട് എല്ലാ മരങ്ങൾക്കും താങ്ങുവേരുകൾ ഉണ്ടായിരിക്കും. ഏറ്റവും രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തറ കംപ്ലീറ്റ് ചതുപ്പായിരിക്കും. ആ ചതുപ്പിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ കുറേ വേരുകൾ, അതായത് ഭൂമിക്കടിയിൽ പോയ വേരുകളെല്ലാം തിരിച്ചു വന്നിട്ട് വളഞ്ഞു കുത്തി റാ 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 ഇങ്ങനെ റാ ഫോം ചെയ്ത് നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ ചതുപ്പിൽ ഇതിങ്ങനെ വളഞ്ഞു കുത്തി കൂനൻ വേരുകൾ സൃഷ്ടിക്കുകയും എല്ലാ മരങ്ങൾക്കും സപ്പോർട്ടിംഗ് വേരുകൾ ഉണ്ടായിരിക്കുകയും ചെയ്യുമെങ്കിൽ അത്തരം മരങ്ങളെ നമ്മൾ മിരിസ്റ്റിക്കേസിയ ഫാമിലിയിൽ ഉൾപ്പെടുത്തും. കാട്ടുജാതി ഇനത്തിൽപ്പെട്ട മരങ്ങളാണത്. പിന്നെ പൊന്നാംപൂ ഉണ്ട്, പിന്നെ ഉണ്ടപ്പൈനുകളുണ്ട്, പിന്നെ ഉണ്ടപ്പൈനുണ്ട്. അങ്ങനെയുള്ള മരങ്ങളാണ് അവിടെ ഏറ്റവും കൂടുതൽ കാണപ്പെടുക. 6 മാസം ഫുൾ വെള്ളമൊക്കെ നിറഞ്ഞു നിന്ന് അരുവികളൊക്കെ ഫോം ചെയ്ത് അത് നദികളിൽ ചെന്നെത്തുകയും 6 മാസം ഡ്രൈ ആയി കിടക്കുകയും ചെയ്യും. പക്ഷെ ഈ ഡ്രൈ ആയി കിടക്കുന്ന സമയത്ത് ഒരു സ്കെയിൽ എടുത്തുകൊണ്ട് പോയിട്ട് അവിടെ നിന്ന് കുത്തി നോക്കിക്കഴിഞ്ഞാൽ 50 സെന്റിമീറ്റർ ചെല്ലുമ്പോഴത്തേക്ക് വെള്ളമുണ്ട്. പക്ഷെ ഒരുപാട് ആഴത്തിൽ അതെല്ലാം പാറയായിരിക്കും. അതുകൊണ്ടാണ് അവിടെ ചതുപ്പ് ഫോം ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിന്റെ വേരുകള്. അപ്പൊ പ്രകൃതിയിലോട്ട് നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ അവിടെ മാത്രം കാണപ്പെടുന്ന ശലഭങ്ങളുണ്ട്, പിന്നെ ഉഭയജീവികളുണ്ട്, പിന്നെ അതേപോലെ ഒരുപാട് തരത്തിലുള്ള ജീവജാലങ്ങൾ അവിടെ മാത്രം കാണപ്പെടുന്ന എൻഡമിക് സ്പീഷീസ് ഒക്കെ ഉണ്ട്. ആ കാവ് പോലെയുള്ള പ്രദേശത്ത് എന്താ ഈ മരങ്ങൾ മാത്രം ഇങ്ങനെ കാണപ്പെടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സപുഷ്പികളുടെ ആദിമ രൂപങ്ങളാണ്. ഞങ്ങൾ സപുഷ്പികളുടെ ആദിമ രൂപങ്ങളാണ്, പ്രിമിറ്റീവ് ഫോംസ് ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ അത് പൂവൊക്കെ ശരിക്കുള്ള പൂവൊന്നുമല്ല. അതിൻ്റെ ഇലകളും ബോളും മരങ്ങളും വൃക്ഷങ്ങളും എല്ലാം അങ്ങനെയാണ്. ഇതെല്ലാം ആംഫിബിയൻസ് നേച്ചറൊക്കെ ഉള്ളത്. അപ്പോ അത്രയും പ്രദേശത്ത് മാത്രമേ ഉള്ളൂ. കേരളത്തിൽ 85 പരം മിരിസ്റ്റിക്ക വനങ്ങൾ ഉണ്ടായിരുന്നു. എല്ലാം വെട്ടിത്തെളിച്ച് നെൽപ്പാടങ്ങളാക്കി. പാടങ്ങൾ പിന്നീട് നികത്തി വീടുകളും പറമ്പുകളും റിസോർട്ടുകളും ഹോട്ടൽസും ഒക്കെ വെച്ചു. അങ്ങനെ മിരിസ്റ്റിക്ക വനങ്ങളുടെ ആ പ്രിമിറ്റീവ് ഫോംസ് ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സിനെ, അതായത് ആദിമ രൂപങ്ങളെ, മരങ്ങളുടെ ആദിമ രൂപങ്ങളെ എവല്യൂഷന്റെ ഒരു കണ്ണികളെ നമുക്ക് കാണാൻ നഷ്ടപ്പെട്ടു. ഇവിടെ മാത്രമേ നിങ്ങൾക്ക് ആ മിരിസ്റ്റിക്ക വനങ്ങൾ കാണാൻ പറ്റത്തുള്ളൂ. ബാക്കി കേരളത്തിലെ മൊത്തം നശിപ്പിച്ചു. ഇൻ കേസ് എൻ്റെ വീട് കൊട്ടാരക്കരയിൽ 3 കിലോമീറ്റർ തിരുവനന്തപുരം റൂട്ടില് കരിക്കം എന്ന പ്രദേശത്താണ്. അപ്പൊ ഞാൻ വിചാരിച്ചിരുന്ന കുട്ടിക്കാലത്ത് കരിക്കം എന്ന് പറഞ്ഞ ഇഷ്ടംപോലെ കരിക്കും തെങ്ങും ഒക്കെ ഉള്ളൊരു നാടാണ്. അതുകൊണ്ട് ബ്രിട്ടീഷുകാരൊക്കെ സ്ഥാപിച്ച സ്കൂളൊക്കെ എൻ്റെ എതിർവശത്തുണ്ട്. ഇംഗ്ലീഷ് മീഡിയം സ്കൂള്, SDA, എൻ്റെ ഹെഡ് ഓഫീസൊക്കെ അവിടെ എൻ്റെ വീടിന് എതിർവശത്താണ്. അപ്പൊ കരിക്കം എന്ന വാക്കിന് ഇവിടെ വരുന്നത് വരെ അതായിരുന്നു ഞാൻ ചിന്തിച്ചിരുന്നത്. പക്ഷേ ഞാൻ ഇതിന്റെ റിസർച്ചൊക്കെ തേടിപ്പോയ സമയത്ത് മിരിസ്റ്റിക്ക വനങ്ങളുടെ ഒരു മലയാള പദം അതിനകത്ത് എഴുതിയിട്ടുണ്ട്. മിരിസ്റ്റിക്ക വനങ്ങൾ കാട്ടുജാതി ചതുപ്പുകൾ അല്ലെങ്കിൽ കരിക്കം എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഞാൻ നോക്കിയപ്പോ ഇവിടെ അടുത്ത് കൊളത്തുപ്പിള്ളിലേക്ക് തിങ്കൾ കരിക്കം, പൂലക്കരിക്കം ഇങ്ങനെയൊക്കെയുള്ള പ്രദേശങ്ങളുണ്ട്. അവിടെയൊക്കെ പണ്ട് കരിക്കം ആയിരുന്നു, മിരിസ്റ്റിക്ക വനങ്ങളായിരുന്നു. ഒരു സയന്റിസ്റ്റിന്റെ അടുത്ത് പറഞ്ഞു ഈ കരിക്കം എന്ന വാക്ക് ഒരു പക്ഷേ ഈ മിരിസ്റ്റിക്ക വനങ്ങളിൽ നിന്നായിരിക്കാം ഉത്ഭവിച്ചത്. അപ്പൊ പണ്ട് ആ പ്രദേശത്ത് നദീതടങ്ങളായിരിക്കാം, നദീതടങ്ങൾ പിന്നെ വയൽ ഫോം ചെയ്തായിരിക്കാം, നദീതടങ്ങൾക്ക് മുമ്പേ മിരിസ്റ്റിക്ക വനങ്ങളായിരിക്കാം, ചതുപ്പുകളായിരിക്കാം. അത് ആ കാടും എല്ലാം നഷ്ടപ്പെട്ട ശേഷമാണ് നമുക്ക് ഇന്നത്തെ അവസ്ഥയിൽ. ഇപ്പൊ എന്റെ കുട്ടിക്കാലത്തൊക്കെ മരമടി മത്സരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളായിരുന്നു ആ 3 കിലോമീറ്റർ കൊട്ടാരക്കരയിൽ നിന്ന് കരിക്കം എന്ന സ്ഥലത്തേക്കുള്ള. ശരിയായിരുന്നു, നെൽപ്പാടങ്ങളായിരുന്നു, വിശാലമായ നെൽപ്പാടങ്ങൾ. അതിനു മുമ്പ് അവിടെ മിരിസ്റ്റിക്ക വനങ്ങളായിരുന്നിരിക്കാം. പക്ഷെ ഇപ്പൊ നിങ്ങൾ അതുവഴി വന്ന് നോക്കൂ, ഒരൊറ്റ പാടമൊന്നും കാണാൻ പറ്റില്ല. ഫുൾ പിന്നെ കാറിന്റെ ഷോറൂമുകൾ, കച്ചവട കേന്ദ്രം, കൊട്ടാരക്കര വളർന്ന് ഈ 3 കിലോമീറ്റർ എൻ്റെ വീടിന്റെ വീടങ്ങ് മുകളിലോട്ടൊക്കെ പോയേക്കുവാണ്. ഹൈ ബിൽഡിങ്സ് ആണ് എല്ലായിടും. ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ ബസ്സിനകത്ത് ഇങ്ങനെ KSRTC കയറി ഇങ്ങനെ ഇരിക്കുക, ബസ് മുന്നോട്ട് പോകുമ്പോൾ തിരമാല പോകുന്നത് പോലെ വെള്ളം 2 വശത്തേക്കും അല്ലെങ്കിൽ ബസ്സിനകത്തേക്ക് ഇങ്ങനെ തിരയടിക്കുന്ന പോലെ വെള്ളം വന്ന് കയറും. കാര്യം ഡ്രെയിനേജ് സിസ്റ്റം എല്ലാം ടോപ്പായി.
പണ്ട് പാടങ്ങളായിരുന്നപ്പോൾ തോടുകൾ ഉണ്ടായിരുന്നത് കൊണ്ട് നദികൾ ഫോം ചെയ്ത് ഒഴുകി വെള്ളമെല്ലാം പോയി. കൊട്ടാരക്കര പ്രദേശത്ത് പ്രളയം വന്നാൽ പോലും വെള്ളം മൂന്നാത്ത ഒരവസ്ഥയായിരുന്നു. പക്ഷെ ഇപ്പോൾ ഒരു KSRTC ഫുൾ മൂന്ന് അവസ്ഥയാണ്. ആ 3 കിലോമീറ്റർ MC റോഡിൽ നിങ്ങൾ വന്നു. അപ്പോൾ ഇതൊന്നും നമ്മുടെ ശാസ്ത്രബോധം കൂടുമ്പോൾ, നമ്മുടെ ആവശ്യങ്ങൾ കൂടുമ്പോൾ, ആഗ്രഹങ്ങൾ കൂടുമ്പോൾ, അത്യാർത്ഥികൾ കൂടുമ്പോൾ എല്ലാം നമ്മൾ ചെയ്തു വെക്കുന്ന ഓരോരോ സംഭവങ്ങളാണ് ഇതെല്ലാം. നമ്മുടെ വീടുകൾ പോലും നിങ്ങൾ സൂക്ഷിച്ചു നോക്കിക്കോളൂ. വീടുകൾ എന്ന് പറയാൻ പറ്റത്തില്ല, കൊട്ടാരങ്ങൾ. അപ്പൊ ഞാൻ കട്ടളപ്പാറ അവിടെ ക്ലോസ് ചെയ്യാണ്. നിങ്ങൾക്ക് സാങ്ച്വറിയുടെ ടൂറിസ്റ്റ് സോണിൽ മാത്രം ഇവിടെ ചെറിയ പോർഷൻസ് മാത്രമേ എനിക്ക് കാണിക്കാൻ പറ്റത്തുള്ളൂ. അത് കാട്ടിനകത്തൂടെ 3 കിലോമീറ്റർ പോയിട്ട് 50 രൂപയുടെ സഫാരി ഉണ്ട്. 10 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് കളക്കുന്നു എന്ന് പറയുന്ന മനോഹരമായ ഒരു ലൊക്കേഷനിൽ എത്താം. വെസ്റ്റേൺ ഗട്ട് ഒരു പ്രാവശ്യത്തിൽ കാണാം. ഇങ്ങേ സൈഡിൽ വനമാണ്. 3 കിലോമീറ്റർ നിങ്ങൾ കാട്ടിക്കൂടെ പോകണം. നിങ്ങളെ ജിംഗിൾ ബസ്സിൽ കൊണ്ടുപോകും. അവിടെ ആ ഒരു ലൊക്കേഷനാണ് വാസ്റ്റ് സ്ട്രെച്ചസ് ഓഫ് ദ വാട്ടർ ബോഡി, ഡാമിന്റെ ലേക്ക്. നല്ല ഭംഗിയാണ് കാണാൻ. പക്ഷെ ഈ സീസണിൽ വന്നുകൊണ്ട് നിങ്ങൾക്ക് ആ ഡാമിൽ തിരയടിക്കുന്നത് കാണാൻ പറ്റത്തില്ല. കാറ്റുള്ളപ്പോഴത്തേക്ക് ധാരിങ്കാവേ കറ്റു എന്ന് പറയുന്ന സിനിമ പാട്ടൊക്കെ, ആ സമയത്ത് നിങ്ങൾ വരണം. വന്നു കഴിഞ്ഞാൽ ഈ ഡാമിലെ ലേക്കിൽ നിന്ന് തിരയടിച്ച് നമ്മൾ നിൽക്കുന്ന സ്ഥലത്തേക്കും ബോട്ടിന്റെ പൊക്കത്തിലും തിരയടിച്ച് ഇങ്ങനെ പോകുന്ന അതിമനോഹരമായ കാഴ്ച കാണാം. വെസ്റ്റേൺ ഗട്ടിന്റെ ആ ബ്യൂട്ടിഫുൾ സീനറീസ് കാണാം, എല്ലാം കാണാം. അതിന് അവിടെ കൂടെ പോയി കഴിഞ്ഞാൽ നമ്മളൊരു ഹട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു ഐലൻഡില്. പക്ഷെ പോകുന്ന സ്ഥലത്തെ ആ ബ്യൂട്ടി ഒരു കാശും തന്നാൽ സ്വീകരിക്കാൻ പറ്റത്തില്ല. അത്രയും ഭയങ്കര ബ്യൂട്ടിയാണ്. നല്ല കടൽ പോലെ കിടക്കുന്ന പരപ്പാർ ഡാമിന്റെ ഏറ്റവും മോഹന ഭംഗിയും. അത് നിങ്ങൾ മെയിലോ ഡിസംബറിലോ ഒക്കെ വരുവാണെങ്കിൽ അങ്ങ് ഹിമാലയത്തിൽ നിന്ന് പക്ഷികൾ പറന്നു വരും. എന്നിട്ട് നിറയെ ദ്വീപുകളാണ് ആ ഡാമിനുള്ളിൽ. ആ ഡാമിന് ഓരോ ദ്വീപിലും ഈ പുഴയാളകൾ അല്ലെങ്കിൽ പുഴയാഴകൾ, റിവർ ടേൺസ്, ഇത് തിങ്ങി നിറഞ്ഞിരിക്കുന്നതും ബോട്ട് ചെല്ലുമ്പോൾ ഇതെല്ലാം കൂടെ ഒരുമിച്ച് പറന്ന് അങ്ങേ ദ്വീപിലേക്ക് പോവുകയും അവിടെ നിന്ന് വീണ്ടും അടുത്ത ദ്വീപിലേക്ക് ബോട്ട് ചെല്ലുന്നതിനനുസരിച്ച് പോവുകയും ഒക്കെ ചെയ്യുന്ന കാഴ്ച കാണാം. ഈ ചൂട് കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് ചൂട് വരുമ്പോൾ ഈ തിളച്ച ചൂടിൽ മെയ് മാസത്തിലൊക്കെ ആ പക്ഷികൾ അവിടെ വന്നിരുന്നു. ഡിസംബറിൽ വന്നിരുന്നിട്ട് ഒരു മാർച്ച് ഏപ്രിലൊക്കെ ആകുമ്പോഴത്തേക്ക് ആ തിളച്ച ചൂടിൽ അവർ മുട്ടയിട്ടിട്ട് ആ ചൂടിൽ അവർ മുട്ട വിരിഞ്ഞിട്ട് കുഞ്ഞുങ്ങളെ കൊണ്ട് വീണ്ടും ഹിമാലയത്തിലേക്ക് തന്നെ പറന്നു പോകും. അപ്പൊ സ്മോൾ പാർട്ടിൻ ബേർഡ്സ് എന്ന് പറയുന്ന പക്ഷികളുണ്ട് കൂട്ടത്തില്, ഒരുപാട് പക്ഷികൾ ഒക്കെ ഉണ്ട്. പക്ഷെ ഇത് ഭയങ്കര രസമാണ് കാണാൻ. പുഴയാളകൾ വന്ന് മൈഗ്രേഷൻ ചെയ്യുന്ന ദേശാടനത്തിന്റെ മനോഹാരിത, ആർദ്രവൃക്ഷങ്ങളോട് വരുന്ന കാഴ്ച ഭയങ്കര മനോഹാരിതയാണ് കാണാൻ. നിങ്ങൾ കണ്ടതിന് മനസ്സിലാക്കണം. അപ്പൊ ഇടിമുഴങ്ങാൻ എന്ന് പറയുന്ന ഒരു സ്ഥലമാണത്. കാട്ടിനുള്ളിലെ വീട്. ഇന്ന് ഡോമനാണ്. അത്രയും ഡോക്ടേഴ്സ് വന്ന് ഇപ്പോൾ 7 ഡോക്ടേഴ്സ് ഇന്നാണ് അവരാണ് അവിടെ പോകുന്നത്. പക്ഷെ മഴ എന്ന് പറയുന്ന കാട്ടിലെ മഴ എൻജോയ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇപ്പൊ മഴക്കാലം ആസ്വദിക്കാൻ വേണ്ടി മാത്രമേ ആണ് അവർ വന്നിട്ടുള്ളത്. പക്ഷെ അത് സീസൺ അനുസരിച്ച് കാടിന്റെ ഭാവം മാറും. സീസൺ ഞാൻ പറഞ്ഞല്ലോ, ചിലപ്പോൾ തിരയടിക്കുന്ന ബ്യൂട്ടി ആയിരിക്കും നിങ്ങൾ കാണുക, ചിലപ്പോൾ പക്ഷികൾ പറന്നു വന്ന് കുട്ടത്തോടിരിക്കുന്ന ഭംഗിയായിരിക്കും കാണുക, ചിലപ്പോൾ അന്തിമേഘങ്ങൾ ചെമ്മാനം പറത്തുന്ന ആ മനോഹര കാഴ്ചയായിരിക്കും കാണുക. അങ്ങനെ കാടിന് വിവിധ 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 ഭാവങ്ങളുണ്ട്, രൂപങ്ങളുണ്ട്. ഡിം ലൈറ്റിൽ പോയിട്ട് നിന്ന് കാട്ടിലോട്ട് നോക്കുക. അപ്പൊ അതിന് വേറെ ശില്പങ്ങൾ, പലതരത്തിലുള്ള ശില്പങ്ങൾ കൊത്തി നിരത്തി വെച്ചിരിക്കുന്നത് പോലെ ഒരു പ്രത്യേക ലൈറ്റ് വിന്യസിക്കുമ്പോൾ നിങ്ങൾക്ക് സന്ധ്യ കഴിയുമ്പോൾ കാണാൻ പറ്റും. എല്ലാം ഒന്നും പറയാൻ സമയമില്ല. പിന്നെ കൊട്ടവഞ്ചിയുണ്ട്. നിങ്ങൾക്ക് കൊട്ടവഞ്ചിയിൽ കയറാൻ 100 രൂപ കൊടുത്താൽ മതി. ബോട്ടിംഗ് ഉണ്ട്. ലൈഫ് ജാക്കറ്റ് ഇട്ടാൽ പോരാ, അത് നന്നായി മുറിക്കണം. പിന്നെ നിങ്ങൾ നിങ്ങളുടെ മക്കളെ പ്രകൃതി സംരക്ഷിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞ് പഠിപ്പിക്കുകയല്ല വേണ്ടുന്നത്, അനുഭവിച്ചറിയിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. അപ്പൊ എല്ലാവരും ഒന്നും കുട്ടികളെ കൊണ്ടുവന്നില്ല, കുട്ടികൾക്ക് കൊണ്ടുവരണമായിരുന്നു. അതാണ് നമ്മുടെ ഒരു ആഗ്രഹം. കാരണം അവരത് അനുഭവിച്ചറിയണം. കാര്യം നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ എത്ര വളം കൊടുത്താലും മരം കാട്ടിനകത്ത് പോലെ തഴച്ചു വളരുമോ? ഇല്ല. എന്തുകൊണ്ട്? ഒരു മരം വളരാൻ 1.8% മാത്രമേ മണ്ണ് സഹായിക്കുന്നുള്ളൂ. ബാക്കി മുഴുവനും സഹായിക്കുന്നത് മൈക്രോ ഓർഗാനിസംസ് ആണ്. അപ്പം ഒരു ബാക്കി 95% അല്ലെങ്കിൽ 98% സഹായിക്കുന്നത് മൈക്രോ ഓർഗാനിസംസ് ആണ്. കാട്ടിനുള്ളിൽ അതിന്റെ വിന്യാസവും. അപ്പൊ ഒരു 60 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ ആയിക്കഴിയുമ്പോഴത്തേക്ക് ആ ടെമ്പറേച്ചർ കുറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം ചത്തുപോകും. അപ്പൊ ചൂട് കൂടാതെ അതേ കാലാവസ്ഥ നിലനിർത്തിക്കൊണ്ട് കാട് പോകുന്നത് കൊണ്ടാണ് എല്ലാ സജീവനങ്ങളായ സസ്യങ്ങളെല്ലാം ഇങ്ങനെ വളർന്നു വരുന്നത്. നമ്മൾ കഴിക്കുന്ന അരിയുടെ കാട്ടു നെല്ലുകൾ പോലും കാട്ടിനകത്തുണ്ട്. ഇതെല്ലാം
സംരക്ഷിക്കാൻ നമ്മൾ ഫോറസ്റ്റ് റൂൾസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. It shall be the duty of every citizen of India to protect and to improve our natural environment, including the forests, lakes and wildlife, and have compassion to all living creatures. Jai Hind.